Good morning to all. Today we discussed about graphical representation of data. What is graphical representation of data? The data can be represented in the form of graph. It is called graphical representation of data. ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഡാറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡാറ്റാസിനെ ഒരു ഗ്രാഫിക്കൽ ഫോമിൽ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന പറയുന്നതാണ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ. ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഗ്രാഫ് ഉണ്ടാവാം, ചാർട്ട് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ അതർ പിക്ചോറിയൽ ഡിവൈസസ് ഒക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നടത്തുക. ഈ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നടത്തുന്നത് വഴി നമുക്ക് ഹ്യൂജ് ഡാറ്റേനെ എത്രയും പെട്ടെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന മീനിങ്ങിലേക്ക് നമുക്ക് മനസ്സിലാക്കാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ. അപ്പോൾ നമുക്ക് പറയാം, ദ ഫോം ആർ വെരി ഹെൽപ്ഫുൾ ടു condense large quantity of statistical data to the form that can be quickly understand at the glimpse. അതായത് നമുക്ക് ലാർജ് ഫോമിലുള്ള ഡാറ്റാസിനെ അല്ലെങ്കിൽ ലാർജ് ക്വാണ്ടിറ്റീസിലുള്ള ഡാറ്റാസിനെ നമുക്ക് ക്വിക്ക്ലി അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റുന്നതിനെ പറയുന്നതാണ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ. ഇതുവഴി നമുക്ക് ദ ഫോം ഈസ് ഷുഡ് ബി സിമ്പിൾ, ക്ലിയർ, ആക്യുറേറ്റ് ആൻഡ് ഓൾസോ സ്യൂട്ടബിൾ ഫോർ ദ ഡാറ്റ. അതായത് ഇതുവഴി നമുക്ക് ഡാറ്റാസിനെ ഈ സിമ്പിളായിട്ടും ക്ലിയറായിട്ടും ആക്യുറേറ്റ് ഒക്കെ ആയിട്ട് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള മീനിങ്ങിലേക്ക് ഡാറ്റാസിനെ കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിൽ പറയുന്നത്. പിന്നെ നമ്മൾ പറയുന്നത്, നമ്മളൊരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നടത്തുമ്പോൾ അതിന് കുറച്ച് റൂൾസൊക്കെ നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ആ റൂൾസ് എന്നാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. അതിനകത്ത് ഫസ്റ്റ് വൺ പറയുന്നതാണ്, ചാർട്ട് മസ്റ്റ് ഹാവ് എ ടൈറ്റിൽ. അതായത് നമ്മളൊരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നടത്തുമ്പോൾ അതിന് ഒരു ടൈറ്റിൽ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. സെക്കൻഡ് വൺ പറയുന്നത്, ദ ടൈറ്റിൽ ഷുഡ് ഹാവ് ക്ലിയർ, ബ്രീഫ് ആൻഡ് സിമ്പിൾ. നമ്മളൊരു ടൈറ്റിൽ കൊടുക്കണമെന്ന് പറഞ്ഞു, ആ ടൈറ്റിൽ എങ്ങനെയുള്ളതായിരിക്കണം? ക്ലിയർ ആയിരിക്കണം, ബ്രീഫ് ആയിരിക്കണം, അതേപോലെ തന്നെ ഈസിലി അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന രീതിയിലുള്ള സിമ്പിളായിട്ടുള്ളതായിരിക്കണം. നെക്സ്റ്റ് പറയുന്നത്, സ്കെയിൽ ഇൻ്റർവെൽ ഷുഡ് ബി ഈക്വൽ. അതായത് നമ്മൾ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷന് എടുക്കുന്ന സ്കെയിൽ ഇൻ്റർവെൽ എങ്ങനെയായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. അത് തമ്മിൽ ഡിഫറൻസ് പാടില്ല, ഈക്വൽ ആയിരിക്കണം. നെക്സ്റ്റ് നമുക്ക് പറയാം, ന്യൂമറിക്കൽ ഡാറ്റ ഓൺ വിച്ച് ഗ്രാഫിക് ഈസ് ഡ്രോൺ മസ്റ്റ് ബി സപ്ലിമെൻറ്റഡ് ആസ് എ ടേബിൾ. അതായത് നമ്മൾ ഒരു ടേബിളിൽ കൊടുത്തിരിക്കുന്ന ഡാറ്റാസിനെയാണ് നമ്മൾ റെപ്രസെൻറ്റേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ടേബിളിലുള്ള ന്യൂമറിക്കൽ ഡാറ്റാസിനായിരിക്കണം നമ്മൾ ഗ്രാഫിൽ ഷോ ചെയ്യേണ്ടത്. നെക്സ്റ്റ് പറയുന്നതാണ്, ഈച്ച് കർവ് ഓർ ബാർ ഓൺ ദ ചാർട്ട് ഷുഡ് ബി ലേബിൾഡ്. അതായത് നമ്മൾ കർവായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ബാറായിട്ടോ കാണിക്കുന്ന സംഭവങ്ങളിൽ ഒരു ലേബൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് പറയുന്നത്, if there are more than one curve or bar, they should be differentiated with the columns or patterns. അതായത് എന്താണ് പറയുന്നത്, മോർ ദാൻ വൺ കർവ്സോ അല്ലെങ്കിൽ ബാറോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഡിഫറെൻറ്റ് കളേഴ്സോ അല്ലെങ്കിൽ പാറ്റേൺസോ കൊടുക്കണം. എന്നാലാണ് നമ്മൾക്കത് എന്തിനെയാണ് അത് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നതെന്നുള്ളത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് കുറച്ച് റൂൾസ് പറയുന്നത്. അതായത് ഗ്രാഫിന് ടൈറ്റിൽ ഉണ്ടായിരിക്കണം, അതേപോലെ ക്ലിയർ, ബ്രീഫ് ആൻഡ് സിമ്പിൾ ആയിരിക്കണം, അതേപോലെ തന്നെ ഇൻ്റർവെൽ ഈക്വൽ ആയിരിക്കണം. പിന്നെ നമുക്ക് പറയാം, നമ്മൾ ടേബിളിൽ കാണിച്ചിരിക്കുന്ന ന്യൂമറിക്കൽ ഡാറ്റാസ് ആണ് നമ്മൾ അതിൻ്റെ അകത്ത് ഷോ ചെയ്തിട്ടുണ്ടായിരിക്കേണ്ടത്. പിന്നെ ഓരോ കർവിന് അല്ലെങ്കിൽ ബാറിന് നമ്മളൊരു ലേബൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെ മോർ ദാൻ വൺ കർവ്സോ ബാർസോ ഉണ്ടെങ്കിൽ അതിന് ഡിഫറെൻറ്റ് കളേഴ്സിലും പാറ്റേൺസിലും ആയിരിക്കണം നമ്മൾ ഷോ ചെയ്തിട്ടുണ്ടായിരിക്കേണ്ടത്. ഇനി ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേറ്റീവിൽ വരുന്ന ടൈപ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതൊക്കെ നിങ്ങൾ +2 പഠിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ QTയിൽ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് ടൈപ്സ് ഓഫ് ഗ്രാഫിൽ ഫസ്റ്റ് വൺ പറയുന്നതാണ് ചാർട്ട് ഓർ ലൈൻ ഗ്രാഫ്. ചാർട്ട് അല്ലെങ്കിൽ ലൈൻ ഗ്രാഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എ ലൈൻ ഗ്രാഫ് ഈസ് യൂസ്ഡ് ടു ഷോ ദ കണ്ടിന്യൂയിങ് ഡാറ്റ ഹൗ വൺ thing is affected by another. It is clear to see how things are going to rise or falls in the line graph shows. അതായത് ഇതിൻ്റെ അകത്ത് നമ്മൾ ചെയ്തിരിക്കുന്നത് ലൈൻ ഗ്രാഫ് നമ്മൾ കണ്ടിന്യൂസ്ലി ആയിരിക്കും നമ്മൾ ചെയ്തിട്ടുണ്ടായിരിക്കുക. ഒരു തിങ് മറ്റൊന്നിനെ എങ്ങനെ അഫക്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മെയിൻലി ലൈൻ ഗ്രാഫിൽ അല്ലെങ്കിൽ ചാർട്ടിൽ കാണിച്ചിരിക്കുക. അപ്പോൾ ഇതുവഴി നമ്മൾക്ക് നമ്മുടെ ഡാറ്റ എങ്ങനെയാണ് ഫോളോ ആണോ ചെയ്യുന്നത് അല്ലെങ്കിൽ റൈസ് ആണോ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ലൈൻ ഗ്രാഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ്ലി ആയിരിക്കും അത് ഷോ ചെയ്തിട്ടുണ്ടായിരിക്കുക. ഇതിൻ്റെ അകത്ത് നമ്മൾ നോക്കുന്നത് ഒരു കാര്യം എങ്ങനെ മറ്റൊന്നിനെ അഫക്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ട് ഇതിൻ്റെ അകത്ത് ഷോ ചെയ്തിട്ടുണ്ടായിരിക്കുക. ഇതുവഴി നമുക്ക് പെട്ടെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും ഉയർച്ചയാണോ താഴ്ചയാണോ നമ്മുടെ ഗ്രാഫിന് വന്നിട്ടിരിക്കണേ എന്നുള്ളത് പെട്ടെന്ന് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് പറ്റും. അതിനൊരു എക്സാമ്പിളാണ് മിസ് ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ആ പിക്ചറിൽ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ലൈൻ ചാർട്ട് അല്ലെങ്കിൽ ചാർട്ട് എന്താണെന്ന്.
നെക്സ്റ്റ് സെക്കൻഡ് കാറ്റഗറി വരുന്നതാണ് ഹിസ്റ്റോഗ്രാം. ഹിസ്റ്റോഗ്രാഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ ഗ്രാഫിക്കൽ ഡിസ്പ്ലേ ഓഫ് ടാബുലേറ്റഡ് ഫ്രീക്വൻസീസ്. ഹിസ്റ്റോഗ്രാഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ടാബുലേറ്റഡ് ഫ്രീക്വൻസീസിനെ ആയിരിക്കും നമ്മൾ ഹിസ്റ്റോഗ്രാമിൽ ഷോ ചെയ്തിട്ടുണ്ടായിരിക്കുക. അതായത് മെയിനായിട്ട് നമ്മൾ ഫ്രീക്വൻസീനെയാണ് ഇത് ഷോ ചെയ്യുക. അതാണ് ഹിസ്റ്റോഗ്രാമിൽ പറയുന്നത്. പിന്നെ ഹിസ്റ്റോഗ്രാം എപ്പോഴും 0 നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. അത് നമ്മളൊരു റെക്റ്റാങ്കുലർ ഷേപ്പിലായിരിക്കും വരയ്ക്കുക. അതിനാണ് ഹിസ്റ്റോഗ്രാം എന്ന് പറയുക. അതേപോലെ ഹിസ്റ്റോഗ്രാം വരച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ മിഡിൽ പോയിൻ്റ് അടയാളപ്പെടുത്തിയിട്ട് ഒരു കർവ് വരയ്ക്കും. അതാണ് ഹിസ്റ്റോഗ്രാം ഒജേവ് എന്ന് പറയുന്നതാണ്. അങ്ങനെ നമ്മൾ മിഡിൽ പോർഷൻ അല്ലെങ്കിൽ മിഡിൽ പോയിൻ്റ് അടയാളപ്പെടുത്തിയിട്ട് വരയ്ക്കുന്നതാണ് ഹിസ്റ്റോഗ്രാം ഒജേവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഹിസ്റ്റോഗ്രാമിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എന്താണ്? ഫ്രീക്വൻസീസിനെ ആയിരിക്കും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിസ്പ്ലേ ചെയ്യുന്നത്. അതാണ് ഹിസ്റ്റോഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നെക്സ്റ്റ് തേർഡ് കാറ്റഗറി വരുന്നതാണ് ബാർ ചാർട്ട്. നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നതാണ് ബാർ ചാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ബാർ ചാർട്ടിന് നമ്മൾ പറയുന്ന വേറൊരു പേരാണ് ബാർ ഗ്രാഫ് എന്ന്. ദ ബാർ ചാർട്ട് ഈസ് ഓൾസോ നോൺ ആസ് ബാർ ഗ്രാഫ്. ഈസ് എ ചാർട്ട് വിത്ത് റെക്ടാങ്കുലർ ബേസിസ് ഓഫ് ലെങ്ത് യൂഷ്വലി പ്രൊപ്പോർഷണൽ ടു ദ മാഗ്നിറ്റ്യൂഡ് ഓർ ഫ്രീക്വൻസീസ് ഓഫ് വാട്ട് ദേ റെപ്രസെൻറ്റ്. അതായത് ബാർ ചാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ അകത്ത് കാണിക്കുന്നത് ഒരു റെക്ടാങ്കുലർ ഷേപ്പിലായിരിക്കും നമ്മൾ ബാർ ചാർട്ട് മെയിൻലി വരയ്ക്കുക. ഇതിൻ്റെ അകത്ത് നമ്മൾ കാണിക്കുന്നത് എന്തൊക്കെയാണ് നമ്മുടെ മാഗ്നിറ്റ്യൂഡ്സ് അല്ലെങ്കിൽ ഫ്രീക്വൻസീസ് എന്താണെന്നുള്ളതാണ് നമ്മൾ മെയിൻലി ബാർ ചാർട്ടിൽ റെപ്രസെൻറ്റ് ചെയ്യുക. ബാർ ചാർട്ട് നമ്മൾ മെയിൻലി യൂസ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാർ ചാർട്ട് ആർ യൂസ്ഡ് ഫോർ കമ്പയറിങ് 2 or more values. The bar chart can be horizontally or vertically oriented. അതായത് ബാർ ചാർട്ട് നമ്മൾ മെയിൻലി എന്തിനാണ് യൂസ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 or അതിലധികമോ വാല്യൂസിനെ കമ്പയർ ചെയ്യാനായിട്ടാണ് നമ്മൾ ബാർ ചാർട്ട് യൂസ് ചെയ്യുന്നത്. അതേപോലെ ബാർ ചാർട്ട് നമുക്ക് വെർട്ടിക്കലിയും വരയ്ക്കാം, അതേപോലെ തന്നെ ഹൊറിസോണ്ടലിയും നമുക്ക് വരയ്ക്കാൻ പറ്റും. അപ്പോൾ അതാണ് ബാർ ചാർട്ട് എന്ന് പറഞ്ഞാൽ. ബാർ ചാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ റെക്റ്റാങ്കുലർ ഫോമിലായിരിക്കും നമ്മളത് വരയ്ക്കുക. അതിൻ്റെ അകത്ത് നമ്മൾ ഷോ ചെയ്യുന്നത് ഫ്രീക്വൻസീസിനെ ആയിരിക്കും നമ്മൾ ഷോ ചെയ്യുക. അതേപോലെ തന്നെ ബാർ ചാർട്ട് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 or അതിലധികമോ വാല്യൂസിനെ കമ്പയർ ചെയ്യാനായിട്ടാണ് ബാർ ചാർട്ട് യൂസ് ചെയ്യുന്നത്. ബാർ ചാർട്ട് നമുക്ക് ഹൊറിസോണ്ടലി അല്ലെങ്കിൽ വെർട്ടിക്കലി നമ്മൾക്ക് വരയ്ക്കാനായിട്ട് പറ്റും. അതിൻ്റെ പിക്ചർ മിസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ, അതൊന്ന് നിങ്ങൾ നോക്കാം കേട്ടോ. നെക്സ്റ്റ് പറയുന്നതാണ് പൈ ചാർട്ട്. പൈ ചാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പൈ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സർക്കുലർ ഷേപ്പിലായിരിക്കും നമ്മൾ പൈ ചാർട്ട് വരയ്ക്കുക. അതിൻ്റെ മൊത്തം ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 360 ആയിരിക്കും. ഈ 360 ആയിരിക്കും നമ്മൾ ഡിവൈഡ് ചെയ്ത് അല്ലെങ്കിൽ പ്രപ്പോർഷൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ പൈ ചാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ പൈ ചാർട്ട് ഈസ് എ സർക്കുലർ ചാർട്ട് ഡിവൈഡഡ് ഇൻ ടു എ സെക്ടേഴ്സ് ഇല്ലുസ്ട്രേറ്റിംഗ് റിലേറ്റീവ് മാഗ്നിറ്റ്യൂഡ്സ് ഓർ ഫ്രീക്വൻസീസ്. അപ്പോൾ പൈ ചാർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സർക്കുലർ ഷേപ്പിൽ നമ്മൾ ഷോ ചെയ്യുന്നതാണ് പൈ ചാർട്ട് എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ അകത്ത് നമ്മൾ സെക്ടേഴ്സ് ആയിട്ടായിരിക്കും ഡിവൈഡ് ചെയ്യുക. അതായത് നമ്മുടെ ഫ്രീക്വൻസീസിനെ നമ്മൾ അതിൻ്റെ ഫ്രീക്വൻസീസ് അനുസരിച്ച് നമ്മൾ ആ റെക്റ്റാങ്കുലർ ഷേപ്പിനെ സെക്ടേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതിനാണ് പൈ ചാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി പൈ ചാർട്ട് ദ ആർക്ക് ലെങ്ത് ഓഫ് ഈച്ച് സെക്ടർ ഈസ് പ്രൊപ്പോർഷണൽ ടു ഈക്വലി ടു ദ റെപ്രസെൻറ്റ്. അതായത് നമ്മുടെ ഇതിൻ്റെ അകത്ത് ഫ്രീക്വൻസീസിൻ്റെ ബേസിസിൽ അല്ലെങ്കിൽ നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്ത് പേഴ്സൻറ്റേജ് ആക്കിയിട്ടായിരിക്കും നമ്മൾ ഈ പൈ ചാർട്ടിൽ നമ്മൾ ഡാറ്റാസ് ഷോ ചെയ്യുന്നത്. അപ്പോൾ പൈ ചാർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സർക്കുലർ ഫോമിൽ നമ്മൾ ഫ്രീക്വൻസീസിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്ന അല്ലെങ്കിൽ സെക്ടേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതിനെ പറയുന്നതാണ് പൈ ചാർട്ട് എന്ന്. ഇതിൻ്റെ അകത്ത് നമ്മൾ ക്വാണ്ടിറ്റീനെ ആയിരിക്കും നമ്മൾ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് കാറ്റഗറി വരുന്നതാണ് ഫ്രീക്വൻസി പോളിഗൺ. ഫ്രീക്വൻസി പോളിഗൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ ഗ്രാഫിക്കൽ ഡിസ്പ്ലേ ഓഫ് ഫ്രീക്വൻസി ടേബിൾ. അതായത് ഫ്രീക്വൻസി ടേബിളിൻ്റെ ഒരു ഗ്രാഫിക്കൽ ഡിസ്പ്ലേനെ പറയുന്നതാണ് അല്ലെങ്കിൽ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനെ പറയുന്നതാണ് ഫ്രീക്വൻസി പോളിഗൺ എന്ന്. ഇതിൻ്റെ അകത്ത് പറയുന്നത് ദ ഇൻ്റർവെൽ ആർ ഷോൺ ഓൺ ദ എക്സ് ആക്സിസ് ആൻഡ് നമ്പർ ഓഫ് സ്കോർസ് ഇൻ ഈച്ച് ഇൻ്റർവെൽ ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദ ഹൈറ്റ് ഓഫ് എ പോയിൻ്റ് ഈസ് ലൊക്കേറ്റഡ് എബോവ് ദ മിഡിൽ ഓഫ് ദ ഇൻ്റർവെൽ. ഇതിനകത്ത് എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻ്റർവെൽസ് നമ്മൾ ഷോ ചെയ്യുന്നത് ഏത് ആക്സിസിലായിരിക്കും? എക്സ് ആക്സിസിലായിരിക്കും നമ്മൾ ഷോ ചെയ്യുന്നത്. അതേപോലെ സ്കോർസ് നമ്മൾ ഷോ ചെയ്യുന്നത് വൈ ആക്സിസിലായിരിക്കും. ഇതിൻ്റെ അകത്ത് പറയുന്നത് ലെങ്ത് ഓഫ് ദ പോയിൻറ്റ് ലൊക്കേറ്റഡ് എബോവ് ദ മിഡിൽ ഓഫ് ദ ഇൻ്റർവെൽ. നമ്മൾ ഇതിൻ്റെ അകത്ത് ലെങ്ത്ത് നമ്മൾ അല്ലെങ്കിൽ ഹൈറ്റ് നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
ആ ഇൻ്റർവെല്ലിൻ്റെ മിഡിൽ പോയിൻ്റ് അടയാളപ്പെടുത്തിയിട്ടായിരിക്കും നമ്മൾ ഇതിൻ്റെ ഗ്രാഫ് ഷോ ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഫ്രീക്വൻസി പോളിഗൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഈ ഫ്രീക്വൻസി പോളിഗൺ വഴി നമുക്ക് ഏറ്റവും ഹയസ്റ്റ് പോയിൻ്റ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് ഫ്രീക്വൻസി പോളിഗൺ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഫ്രീക്വൻസി പോളിഗൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രീക്വൻസി ടേബിളിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് ഫ്രീക്വൻസി പോളിഗൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതിൻ്റെ അകത്ത് നമ്മൾ മെയിൻലി മിഡിൽ പോയിൻ്റ് ആയിരിക്കും നമ്മൾ നോർമലി നമ്മൾ ഇപ്പം 5, 10 എന്നൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ 5, 10 അങ്ങനെയായിരിക്കും നമ്മൾ അടയാളപ്പെടുത്തുക. ഇൻ കേസ് ഓഫ് ഫ്രീക്വൻസി പോളിഗണിൽ നമ്മൾ മിഡിൽ പോയിൻ്റ് ആയിരിക്കും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് മിഡിൽ പോയിന്റിലായിരിക്കും നമ്മൾ ഡാറ്റാസ് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എക്സ് ആക്സിസ് നമ്മൾ ഇൻ്റർവെൽസ് ആണ് ഷോ ചെയ്യുന്നുണ്ടെങ്കിൽ വൈ ആക്സിസിൽ അതിൻ്റെ സ്കോർസ് ആയിരിക്കും നമ്മൾ ഷോ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പിക്ചർ മിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങളൊന്ന് റെഫർ ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് കാറ്റഗറിയിൽ വരുന്നതാണ് ലോറൻസ് കർവ്. ലോറൻസ് കർവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈൻ ചാർട്ടിനെ പറയുന്നതാണ് ലോറൻസ് കർവ്. ഇതിൻ്റെ അത് പറയുന്നത് ഇറ്റ് ഈസ് എ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് എ പ്രൊപ്പോർഷനേറ്റ് ഓഫ് എ ഡിസ്ട്രിബ്യൂഷൻ. നമ്മുടെ ഡിസ്ട്രിബ്യൂഷന് അല്ലെങ്കിൽ പ്രൊപ്പോർഷണൽ ഡിസ്ട്രിബ്യൂഷനെ നമ്മൾ റെപ്രസെൻറ്റേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് ലോറൻസ് കർവ്. അപ്പോൾ ലോറൻസ് കർവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും എങ്ങനെയായിരിക്കും, ഒരു കർവ് ഷേപ്പിലായിരിക്കും ഉണ്ടായിരിക്കുക. അതേപോലെ തന്നെ ലോറൻസ് എന്നുള്ള ആളാണ് ഈ ലോറൻസ് കർവ് എന്നുള്ളത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിന് ലോറൻസ് കർവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു ലൈൻ ചാർട്ടായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് പ്രൊപ്പോർഷണൽ ഡിസ്ട്രിബ്യൂഷനെയാണ് ലോറൻസ് കർവ് എന്ന് പറയുന്നത്. ഇതിനൊരു കർവ് ഷേപ്പിലായിരിക്കും നമ്മൾ ഷോ ചെയ്യുന്നത്. നെക്സ്റ്റ് കാറ്റഗറിയിൽ വരുന്നതാണ് ഒജേവ് കർവ്. ഒജേവ് കർവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒജേവ് കർവ് ഈസ് എ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കർവ്. ഒജേവ് കർവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കർവിനെ പറയുന്നതാണ് ഒജേവ് കർവ് എന്ന്. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എങ്ങനെയാണ് നമ്മൾ കാണുക? ഇപ്പം നമുക്ക് ഐറ്റം ഉണ്ടായിരിക്കും, ഫ്രീക്വൻസി ഉണ്ടായിരിക്കും. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാണാം. ഫസ്റ്റ് 2, 5, 10 ആണ് തന്നിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഫ്രീക്വൻസി നമ്മുടെ 2. അപ്പോൾ നെക്സ്റ്റ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എത്ര വരാം? 7. അത് കഴിഞ്ഞിട്ട് നമ്മൾ 10 ആണ് പറഞ്ഞത്. അപ്പോൾ 2, 5, 10 കൂട്ടി വരുമ്പോൾ 17 ആയിരിക്കും 17 ആയിരിക്കും നമ്മുടെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ബേസിസിലായിരിക്കും നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്നത്. അതിനെ പറയുന്നതാണ് ഒജേവ് കർവ് എന്ന്. അപ്പോൾ ഒജേവ് കർവ് ഈസ് എ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കർവ്. ഇറ്റ് ഈസ് എ ലൈൻ ചാർട്ട് പ്ലോട്ടഡ് ഓൺ എ അരിത്തമെറ്റിക് ഗ്രാഫ് പേപ്പർ. അതായത് ഇത് നമ്മൾ മെയിൻലി വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരിത്തമെറ്റിക് ഗ്രാഫ് പേപ്പറിലായിരിക്കും നമ്മൾ ചാർട്ട് പ്ലോട്ട് ചെയ്യുന്നത്. ദെയർ ആർ 2 ways of an ഒജേവ് ഓർ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കർവ്. ദ കർവ് യൂഷ്വലി ഇൻ എ എസ് ഷേപ്പ്. അതായത് നമുക്ക് 2 ways നമ്മുടെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഒജേവ് അല്ലെങ്കിൽ കർവ് നമുക്ക് പ്ലോട്ട് ചെയ്യാനായിട്ട് പറ്റും. ഒജേവ് കർവിൻ്റെ ഷേപ്പ് എപ്പോഴും എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എസ് ഷേപ്പിലായിരിക്കും ഒജേവ് കർവ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഒജേവ് കർവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയുടെ ബേസിസിൽ നമ്മൾ വരയ്ക്കുന്ന കർവാണ് ഒജേവ് കർവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതിൻ്റെ ഷേപ്പ് എപ്പോഴും ഒരു എസ് ഷേപ്പായിരിക്കും ഇതിന് ഉണ്ടായിരിക്കാം. നെക്സ്റ്റ് കാറ്റഗറി എന്താണ്? പിക്ടോഗ്രാം. പിക്ടോഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിക്ടോഗ്രാം ആർ എ വേരിയേഷൻ ഓഫ് എ ബാർ ചാർട്ട്. ഇറ്റ് വാല്യൂസ് റെപ്രസെൻറ്റഡ് ഇൻ എ ചാർട്ട് ആർ റെപ്രസെൻറ്റഡ് ബൈ ഐഡൻറ്റിക്കൽ പിക്ചേഴ്സ് ഓർ സിംബൽസ്. അതായത് പിക്ടോഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മുടെ ഒരു ബാർ ചാർട്ടിൻ്റെ ഒരു വേരിയേഷനാണ് പിക്ടോഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതിൻ്റെ അകത്ത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സിംബൽസോ അല്ലെങ്കിൽ പിക്ചേഴ്സിനോ യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ നമ്മുടെ കയ്യിലുള്ള ഡാറ്റാസ് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത്. അതിനെ പറയുന്നതാണ് പിക്ടോഗ്രാം എന്ന്. പിന്നെ ഈച്ച് പിക്ചേഴ്സ് റെപ്രസെൻറ്റ് എ ഫിക്സഡ് സൈസ് ഓഫ് വാരിയബിൾസ്. അതായത് നമ്മൾ ഒരു ടൈപ്പിന് ഒരു പിക്ചർ മാത്രമേ ആ കാറ്റഗറി മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് സിമിലർ കളറും സിമിലർ ഷേപ്പും കാര്യങ്ങളൊക്കെ ആയിരിക്കണം. അതാണ് പിക്ടോഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതായത് എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ പിക്ചർ ഉപയോഗിച്ചിട്ട് ആ ഡാറ്റാസിനെ നമ്മൾ ഷോ ചെയ്യുക. ഇതിനെ പറയുന്നതാണ് പിക്ടോഗ്രാം. അപ്പോൾ പിക്ടോഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ബാർ ചാർട്ടിൻ്റെ ഒരു വേരിയേഷനാണ് പിക്ടോഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതിൻ്റെ അകത്ത് നമ്മൾ ഡാറ്റാസ് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത് എന്തെങ്കിലും ഒരു പിക്ചേഴ്സിനെ അല്ലെങ്കിൽ സിംബൽസിൻ്റെ ബേസിസിലായിരിക്കും നമ്മൾ ഡാറ്റാസ് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത്. അതേപോലെ നമ്മൾ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന ഡാറ്റയ്ക്ക് എങ്ങനെയായിരിക്കണം? അതിൻ്റെ സൈസൊക്കെ സെയിം സൈസ് ആയിരിക്കണം. അതേപോലെ തന്നെ ഫിക്സഡ് സൈസ് ആയിരിക്കണം, ഒരേപോലെ ഇരിക്കുന്നതായിരിക്കണം പിക്ടോഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഒരെണ്ണത്തിന് ഉപയോഗിച്ച ഷേപ്പോ സൈസോ സിമ്പിൾസോ ഒന്നും വേറൊന്നിനും നമ്മൾ യൂസ് ചെയ്യാനായിട്ട് പാടില്ല.
അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഡാറ്റയാണ്. അപ്പോൾ എന്താണ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ എന്ന് പഠിച്ചു. അതേപോലെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷന് നടത്തുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ട റൂൾസ് എന്താണെന്നുള്ളത് നോക്കി. പിന്നെ നമ്മൾ പഠിച്ചത് ടൈപ്സ് ഓഫ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ്. അതിൻ്റെ അകത്ത് എന്താണ് ബാർ ചാർട്ട്, പൈ ചാർട്ട്, പിക്റ്റോഗ്രാം, ഹിസ്റ്റോഗ്രാം, ഫ്രീക്വൻസി പോളിഗൺ, ഒജൈവ്, ഇതൊക്കെയാണ് നമ്മുടെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിൽ വരുന്ന ടൈപ്സ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ബാക്കി നമ്മൾ നാളത്തെ ക്ലാസ്സിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഡാറ്റ പ്രോസസ്സിങ്ങിൻ്റെ പഠിക്കും. അപ്പോൾ താങ്ക് യു.